ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാലും ആക്ച്വലി ഇത് വിഴിഞ്ഞത്തിന്റെ ഏരിയയിലാണ് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് കാണിച്ചു തരാം. കടൽ ബാക്കിൽ കോവളം ബീച്ച്. ബാക്കി ഞാൻ ഏതൊരു കുഞ്ഞ് മേളിൽ കയറി പോകും. ഞാൻ മേളിലോട്ട് പോകും. ബാക്കി ഞാൻ മേളിൽ പോകുമ്പോൾ കാണിച്ചു തരാം. ആക്ച്വലി ഞാനിവിടെ ഒരാഴ്ചത്തെ റീൽസിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി റീൽസും കാര്യങ്ങളും ഒക്കെ കുറേ സെറ്റായി ഇനിയും കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിനി വ്ളോഗ് കുറേ ആയില്ലേ വ്ളോഗ് ചെയ്തിട്ട്. ഇന്ന് എൻ്റെ ഒരു കോസ്റ്റ്യൂം ഇതാണ്. അതിൻ്റെ ഒരു റീൽ ഡ്രസ്സിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പം ഞാൻ നിങ്ങളെ ലൈറ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകാം. So I am here to shoot a mini vlog on Kovalam Lighthouse. Though it is named Kovalam Lighthouse, but it's actually coming under Kovalam limit only. So I welcome you all, my dear subscribers, to Glamgoda Sindhuja mini vlog trip to Kovalam Lighthouse. ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന വഴി. ടിക്കറ്റ് ഉണ്ട്. Entry, there is a lift also, so we need to go by the lift from here to the top of the lighthouse. ഇവിടെ നിന്ന് ലിഫ്റ്റിലാണ് നമ്മൾ ടോപ്പ് വരെ പോകേണ്ടത്. കോവളം ബീച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കോവളം ബീച്ച്. നിന്റെ ബാഗും കൂടെ ആകുമ്പോ 4 പീപ്പിളായി. പിന്നെ ഇത് വെളി കിടക്കുന്ന കൊണ്ട് പണിഞ്ഞപ്പോഴേ വെളി മണ്ടേ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞില്ലേ. Actually we have to get down here and from lift through a narrow ladder like stairs we need to climb up. That means till the extreme top most the lift won't go. Lift ഏറ്റവും ഹൈ ഫ്ലോർ വരെ പോകത്തില്ല. ഒരു പഴുതി കഴിഞ്ഞ് നമ്മളൊരു ചെറിയ ഒരു ഇരുമ്പ് ഒരു ഏണി പോലൊരു സംഭവമുണ്ട്. അതൊരു ദുരൂഹത പിടിച്ച ഏണിയാണ്. ഞാനത് കാണിച്ചു തരാം എൻ്റെ ഫോട്ടോസ്. അതിൽ കൂടെ പതുക്കെ അഡ്വഞ്ചർ മൈൻഡൊക്കെ ഉള്ളവർക്ക് പോകാം. എനിക്ക് ഈ ഡാൻസും പാട്ടും ഒക്കെ ഉള്ളൂ. അഡ്വഞ്ചർ മൈൻഡ് അത്ര ഇല്ല. പക്ഷെ എന്നാലും ഞാൻ വലിഞ്ഞു കയറി ഗൈസ്. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസ് വലിഞ്ഞു കയറി. സെക്കൻഡ് ഫ്ലോർ വരെ നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ടാസ്ക് ആണ് ഒരു ലാഡറിൽ കൂടെ. ഞാൻ കാണിച്ചു തരാം ലാഡർ. നമ്മൾ കയറി വരുന്ന ഈ സാരിയൊക്കെ ഇട്ട് വലിഞ്ഞു കയറി വരാൻ കുറേ കഷ്ടപ്പെട്ടു. എന്നാൽ എന്താ നല്ലൊരു വ്യൂ വരാൻ പറ്റി. അപ്പോൾ ഞാൻ ലാഡർ കാണിച്ചു തരാം. ദുരൂഹതയാണ്. പക്ഷേ അഡ്വഞ്ചർ സ്പിരിറ്റ് ഒന്നും. So this is the topmost view of that lighthouse where we can enjoy the scenic beauty once you reach. അപ്പോൾ കുറച്ച് വലിഞ്ഞ് കയറി പ്രയാസപ്പെട്ടെങ്കിലും ബ്യൂട്ടി ഇതാണ്. ഇതൊക്കെയാണ് ബ്യൂട്ടി ഗൈസ് നേച്ചറിൻ്റെ. ഇവിടെ ബാക്കിൽ വിഴിഞ്ഞം പോർട്ട് കാണാം. അതോ അങ്ങ്. സോ യു ക്യാൻ സീ വിഴിഞ്ഞം പോർട്ട്. ദിസ് ഈസ് ആക്ച്വലി വ്യൂ ഫ്രം ദ ടോപ്മോസ്റ്റ് ഏരിയ ഓഫ് ദ ലൈറ്റ് ഹൗസ്. സോ യുവർ Glamgoda Sindhuja reached here. See my കോലം. എൻ്റെ കോലം നോക്കിയാണ്. ഭയങ്കര കാറ്റാണ്. എന്തൊക്കെ ചെയ്തിട്ട് വന്നാലും ഇങ്ങനെ ഒരു അറകുറ ലുക്കായിരിക്കും. ഇനി താഴോട്ട് നമ്മൾ വലിഞ്ഞു കയറുന്നൊരു പടിയുണ്ട്. അത് ഞാൻ കാണിച്ചിരാം. ദർ ഇസ് എ ladder from where you have to climb up. It's a very narrow ladder. You have to be very careful. I will show you. Wait. കണ്ടോ താഴെയുള്ള വീടുകളും. ആ കാണുന്നതാണ് വിഴിഞ്ഞം ഹാർബർ. Actually this lighthouse is known as Virinyam Lighthouse, but it is little near to Kovalam itself, and Monday it is a holiday here. ആ കാണുന്ന വിഴിഞ്ഞത്തുള്ളൊരു MSCയുടെ ഒരു വലിയ ഷിപ്പ്. That is the big ship of some MSC company, which you can see from the topmost view of Virinyam Lighthouse, or the so-called Kovalam Lighthouse. So this is the narrow area through which we have to get down back to the bottom of the lighthouse. So I am moving back down through that narrow area. I will show you. The ticket for one person to enter the top of lighthouse is 50 rupees, 50 rupees. അപ്പോൾ 50 രൂപയാണ് ലൈറ്റ് ഹൗസിന് മേളിൽ കയറാനുള്ള ചാർജ്. ഓക്കെ. ആക്ച്വലി ഒരാൾക്ക് 25 ഉള്ളൂ. 2 പേർക്കാണ് 50. So there's a correction. For one person the ticket is 25 rupees to reach the topmost of the lighthouse. So if you're 2 person then 50 you have to pay. ദുരൂഹത പാത.
താഴോട്ട് ഇറങ്ങാനുള്ളത് അത്. ഇവിടെ A-line ഡ്രസ്സായിരുന്നു ബെസ്റ്റ്. So this was the ladder through which I also climbed up to the topmost area after once we get down from the lift. ഇപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഞാനും ഇതേ ചെറിയ ഈ ഒരു വ്യാസം കുറഞ്ഞ ഈ പടികളിൽ കൂടിയാണ് ഞാനും കയറി വന്നത്. പക്ഷേ ഞാൻ സാരി നല്ല കോലത്തിലായതുകൊണ്ട് മൂക്കും കുത്തി വീരേണ്ട, ഐഫോൺ തകർക്കേണ്ടെന്ന് ഞാൻ എടുത്തില്ല. അപ്പോൾ ഈ വഴിയിൽ കൂടിയാണ് സൂക്ഷിച്ച് നമ്മൾ കയറി വരുന്നത്. കയറുന്നതും ഇറങ്ങുന്നതും ആ വഴി തന്നെ, കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ലിഫ്റ്റില്ല. ആക്ച്വലി താഴോട്ട് ലിഫ്റ്റ് റഷ് ആയതുകൊണ്ട് നടന്നങ്ങ് ഇറങ്ങി കാലെന്ന് യന്ത്രം ഉപയോഗിച്ച്. Actually, we have lift service to get down also once we visit the lighthouse, but the lift is fully crowded and only 4 persons can enter the lift at a time. So I thought, chalo, I will utilize my natural leg gas lift and get down, because getting down the stairs is not that laborious than getting into the top of the stairs. View of beach. താഴോട്ട് പോയിട്ടും തിരിയുന്നില്ല ഗൈസ്. The opening time of this lighthouse is from morning 10 till 12:30 in the noon, and noon break is there. Thereafter from 2 till 5 p.m. in the evening. നമ്മൾ എത്തി ഗൈസ് തിരിച്ച്. You should not use the sandals above the lighthouse because it's slippery. Floor is slippery. ലൈറ്റ് ഹൗസ് കാണാൻ വരുന്നവർ, ഞാൻ സമയം പറഞ്ഞല്ലോ, രാവിലെ 10 തൊട്ട് 12:30 മണി വരെ ഉള്ളൂ. പിന്നെ ബ്രേക്കാണ്. പിന്നെ 2 മണി തൊട്ട് 5 മണി വരെ ഉണ്ട്. മൺഡേസ് ഇല്ല. So hope you enjoyed my lighthouse vlog. If you love my vlog, please do subscribe my YouTube channel. Thank you.